ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ ഒത്തിരി ആളുകൾ നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങളുടെ മനസ്സ് വേദനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ സാധാരണ ബ്രേക്കപ്പ് സെപ്പറേഷനൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള വേദനകൾ അല്ലാതെ ഏതെങ്കിലും ഒരു കാരണത്തിൽ നിങ്ങളുടെ മനസ്സ് വേദനിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു വിഷമങ്ങളും വേദനകളൊക്കെ മറക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാര്യം, അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് വളരെയധികം വേദന, ഹൃദയത്തിൽ വളരെയധികം മുറിവേറ്റ ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന ആളുകൾ, കൂടുതൽ ആളുകളും വളരെ ഒരു ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കാം. ഹൃദയത്തിൽ ഇപ്പോഴും തുറന്ന ഒരു മുറിവ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഞാൻ ഓക്കെയാണ്, ഞാൻ പോസിറ്റീവാണ്, ഞാൻ വൈബാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് പുറത്തെങ്കിലും ഉള്ളില് വേദന ഇങ്ങനെ നിങ്ങൾ അടക്കി വെച്ചിരിക്കുകയാണ്. മറ്റുള്ള ആളുകളുമായിട്ട് ചിരിച്ചു കളിച്ചൊക്കെ വർത്താനം പറഞ്ഞ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകുന്ന പോലെ പുറമേ നിങ്ങൾ ഒരു മാസ്ക് ഇട്ട് നടക്കുന്നു. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളെ ആ ഒരു വേദന പിടിച്ച് വളരെയധികം നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഫസ്റ്റ് ഒരു ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത്, ഇത് മറക്കാനുള്ള ഒരു ആദ്യ പടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ട് ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്, ഈ ഒരു വേദന ഉണ്ട് എന്നത് അംഗീകരിക്കുക. അത് നിങ്ങൾക്കുണ്ട്. ഈ ഒരു ഹാർട്ടിലേക്ക് ഈ ഒരു ആരോസ് കയറിയിട്ടുണ്ട്, അത് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഫസ്റ്റ് നിങ്ങൾ അംഗീകരിക്കുക. അത് ഓൾറെഡി എനിക്കുള്ള ഒരു കാര്യമാണെന്ന് അംഗീകരിക്കുക. അതാണ്. അല്ലാതെ ഇനി അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ അവരൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആകും, ഇത് ഓക്കെ ആകും, അങ്ങനെ നിങ്ങൾ, അല്ലെങ്കിൽ ചിലവരുണ്ട് അവരുടെ ഇട്ടിട്ട് പോയ പേഴ്സണെയോ അല്ലെങ്കിൽ നിങ്ങളോട് മോശമായ പെരുമാറിയ ആളുകളെയോ ഒക്കെ ന്യായീകരിക്കുന്നത്. അവരുടെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടായി, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ന്യായീകരിക്കുകയും എനിക്ക് കുറച്ചും കൂടെ ഒരു നോക്കിയും കണ്ടൊക്കെ നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊന്ന് ഞാനൊന്ന് താന്നു കൊടുത്തിരുന്നെങ്കിൽ അത് ഓക്കെ ആയേനെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ താഴ്ത്തി കിട്ടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെ ന്യായീകരിച്ചാലും എന്ത് ന്യായീകരിച്ചാലും ഈ ഒരു വേദന എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അംഗീകരിക്കുക നിങ്ങൾ ആദ്യം. അതാണ് ആദ്യം വേണ്ടത് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ 5 ഓഫ് കപ്സിന്റെ എനർജി ഓഫ് കോഴ്സ് ഒരു നഷ്ടബോധം, അതുപോലെ തന്നെ പശ്ചാത്താപം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് ഞാനൊരു കുറച്ചൊന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറിയേനെ, ഇത്തരത്തിലൊന്നും വരില്ലായിരുന്നു എന്നൊരു ചിന്ത ഈ ഒരു വ്യക്തിയെ വളരെയധികം അലട്ടുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു റീഡിങ് ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ല റെസിനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കാര്യം, അതായത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ ഒക്കെ ഉണ്ടായിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടാകാം. എന്നാൽ ഈ സമയം മൊത്തവും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ എനിക്ക് ഉള്ള ആളുകൾ ആരൊക്കെയാണ്, എനിക്ക് ഉള്ളത് എന്താണ്, എൻ്റെ കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർ ആരൊക്കെയാണ്. നിങ്ങൾ ആ ഒരു പോയ വ്യക്തിയെയോ പോയ സാഹചര്യത്തെയോ നഷ്ടപ്പെട്ടു പോയ മുതലിനെയോ ഒക്കെ ആയിരിക്കും നോക്കിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങളെ സ്നേഹിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല. നിങ്ങൾ എപ്പോഴും ആ പോയ കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം ഈ ഒരു പേഴ്സണും അത് തന്നെയാണ്. ആ മറഞ്ഞു പോയ ആ ഒരു കപ്പിനെയാണ് അവർ നോക്കി നിൽക്കുന്നത്. ബാക്കിൽ 2 കപ്പുണ്ട്, പക്ഷെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് തല തിരിച്ച് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാണാവുന്നേ ഉള്ളൂ. അത്രയും സ്നേഹത്തോടുകൂടി ആ ഒരു 1-2 പേഴ്സൺസ്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ
ഒരു സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ. ആ മറിഞ്ഞു പോയത് അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയത്, നഷ്ടപ്പെട്ട വ്യക്തിയുടെ പുറകെ, നഷ്ടപ്പെട്ട സാഹചര്യത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ ചിന്തകളിലൂടെ അവർ സഞ്ചരിക്കുന്നു, അതോർത്ത് വിഷമിക്കുന്നു, കുറ്റബോധം ഉണ്ടാകുന്നു, പശ്ചാത്താപം ഉണ്ടാകുന്നു. ഇതാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ട് കളയാനായിട്ട് തയ്യാറാകണം. എല്ലാം നഷ്ടമായിട്ടില്ല, 2 കപ്സ് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ വീണ്ടും കുറച്ച് ആളുകൾ ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന കുറേ ആളുകൾ, കുറേ സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എങ്കിൽ, ഒരു അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, ഇനിയും നിങ്ങൾക്ക് 1-2 അവസരങ്ങൾ ഉണ്ട്. ആ നഷ്ടപ്പെട്ടു പോയതിനെ നിങ്ങൾ വിട്ടുകളയുക. എന്നിട്ട് ഇനി നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾ അന്വേഷിച്ച് അത് തേച്ചും എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ തരുന്ന ഒരു മെസ്സേജ് ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങളുടേതല്ലാത്ത കുറേ ഭാരങ്ങൾ ചുമന്ന് നടക്കുകയാണ്. അതാണ് ഈ ഒരു വ്യക്തി കുറേ വാൻസ് എടുത്ത് പിടിച്ചിങ്ങനെ പോകുന്നത്. നമുക്ക് 10 ഓഫ് വാൻസ് ആണ് നമുക്കിവിടെ കാണുന്നത്. കുറേയേറെ ഭാരങ്ങൾ നിങ്ങൾ ചുമക്കുകയാണ്. അപ്പം മറ്റുള്ളവരുടെ തെറ്റിന് പോലും നിങ്ങൾ സ്വയം കുറ്റം ചുമത്തുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് കാർഡിൽ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ, നിങ്ങളെ വിട്ടിട്ട് പോയവർ അവരുടേതായ ഒരു സന്തോഷം നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടിട്ട് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയവരാണെങ്കിൽ നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടിക്കാണ് അവർ. അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ടെന്ന് വെച്ചുപോട്ട് പോയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കുക. അവര് ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ് നിങ്ങളെ അവർ ഉപേക്ഷിച്ച് മറ്റ് ഒരു വ്യക്തിയിലേക്ക് പോയത്. അത് അവരുടെ സാഹചര്യമായിരിക്കാം, പക്ഷെ എങ്കിൽ കൂടിയും അത് നിങ്ങളുടെ ഒരു തെറ്റല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒത്തിരി ആളുകളെ നമുക്ക് ഈ ഒരു റീഡിങ് കാണാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാരം ചുമക്കുന്നു എന്ന് പറയുന്നത്, ഈ വേദനകളും വിഷമങ്ങളും എല്ലാം നിങ്ങൾ മാത്രമാണ് ചുമക്കുന്നത്. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമാകട്ടെ, ഒരു പേഴ്സൺ ആകട്ടെ, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ മാത്രമാണ് വിഷമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് സഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലാം ഒറ്റയ്ക്ക് സഹിക്കേണ്ടുന്ന ഒരു ബാധ്യത ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അത് എൻ്റെ മാത്രം കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് വന്നുപോയ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളെ നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം എടുത്ത് നിങ്ങളുടെ തല വെക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ മൂൺ കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം മനസ്സിൽ ഒരു കൺഫ്യൂഷൻ, വളരെ കുഴപ്പങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യമൊന്നും ഇനി ഒരിക്കലും മാറില്ല എന്നൊരു ആശങ്ക. അതായത് ഒരു സെപ്പറേഷൻ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് മൊത്തത്തിൽ അവരുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ തന്നെ മാറും, ജീവിത സാഹചര്യം മാറും, ചിന്തകൾ മാറും. എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട്സിലേക്കാണ് എപ്പോഴും പോവുക. അപ്പൊ അവർ വിചാരിക്കുന്നത് ഇനി എൻ്റെ ലൈഫിൽ ഇതൊക്കെ എന്നും ഈ ഒരു കൂടെ കാണും, ഞാൻ എത്ര വിട്ട് കളയാൻ ശ്രമിച്ചാലും ഇതൊന്നും ഒരിക്കലും എൻ്റെ അടുത്തുനിന്ന് പോകത്തില്ല എന്നാണ് ഈ ഒരു വ്യക്തികൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ കാണുന്ന, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് മുഴുവൻ സത്യമല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയം, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട്, ഇതിന്റെ സത്യാവസ്ഥകൾ കാണാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരും എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോൾ ഓർത്ത് വിഷമിക്കുന്ന ഒന്നുമല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. ഓക്കെ. പിന്നെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുപോലെ തന്നെ വളരെ കരുണയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണാനായിട്ട് പറ്റുന്നത്. മറ്റുള്ള വ്യക്തികൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും സ്വയം ക്ഷമിക്കാൻ മാത്രം നിങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. സ്വയം സ്നേഹിക്കാനും നിങ്ങൾ മറന്നു പോകുന്നു. അതാണ് നിങ്ങൾക്ക് ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. സ്വയം സ്നേഹിക്കുക. അതാണ് ശരിക്കുമുള്ള ഒരു നിങ്ങളുടെ ഹീലിങ്ങിന്റെ ആരംഭം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളാണ്, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് നമുക്ക് ഈ ക്യൂൻ ഓഫ് കപ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പം മനസ്സിനും ശരീരത്തിനും ഒരു വിശ്രമം ആവശ്യമായിട്ടുള്ള ഒരു സമയമാണിത്. നിരന്തരമായി ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ വേദന ഇങ്ങനെ കൂടും എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നില്ല. മനസ്സിനും ശരീരത്തിനൊപ്പം വിശ്രമം ആവശ്യമാണ്. ശരീരത്തിനൊക്കെ നമുക്ക് വിശ്രമിക്കാം, ഉറങ്ങാം, എല്ലാം ചെയ്യാം. അപ്പം മനസ്സിന് നമ്മളെങ്ങനെ വിശ്രമം കൊടുക്കും എന്നതാണ് അടുത്തായിട്ട്. നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് തുടരെ നമ്മൾക്ക് ചിന്തകൾ വരിക. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം എല്ലാത്തിൽ നിന്നും പിൻവാങ്ങുക എന്നുള്ളതാണ് നമുക്കിവിടെ 4 ഓഫ് സോഡ്സിന്റെ എനർജി പറഞ്ഞു തരുന്നത്. ആ ഒരു
നിങ്ങളുടെ ചിന്തകളെ മറച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ മനഃപൂർവ്വമായിട്ട് വിശ്രമിക്കുക, മനസ്സിനും ശരീരത്തിനും വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് പതുക്കെ പതുക്കെ മാറ്റം വരും. ഒറ്റ ദിവസത്തിൽ വേദനകളും വിഷമങ്ങളും എല്ലാം മാറണമെന്ന ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന മെസ്സേജാണ്. നമുക്ക് ചെറിയ 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 കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ സ്ഥിരമായ ഒരു ശ്രമത്തിലൂടെയും നിങ്ങൾക്ക് ഈ ഒരു വേദനകളൊക്കെ മറക്കാനും പുതിയൊരു പുത്തൻ പ്രതീക്ഷയിലേക്ക് കടന്നു പോകാനും കഴിയും എന്ന് തന്നെയാണ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഏസ് ഓഫ് പെന്റക്കിൾസ് പിന്നെ വന്നിരിക്കുന്നത് പുതിയൊരു തുടക്കത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ പുതിയ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, പുതിയ പുതിയ ജോലികളിലേക്ക് പോകുക. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന എന്ത് വേദനകളാണോ, ഇപ്പൊ ഒരു വ്യക്തികളിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നായിക്കോട്ടെ, എവിടെ നിന്നാണോ ആ വേദനകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ളത്, ആ പരമാവധി പറ്റുമെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തന്നെ പുതിയൊരു സ്ഥലമായി, പുതിയൊരു ജോലിയായി, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു ഫ്യൂച്ചറിലേക്ക് എപ്പോഴും ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ ചെറിയ ചെറിയ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പഴയ കാര്യത്തിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുപോകും എന്നുള്ളതാണ്. പഴയ ഓർമ്മകൾ നിങ്ങളെ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അവിടെ. ഈ ഒരു 6 ഓഫ് കപ്സിന്റെ എനർജി അതാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ ഞാൻ വളരെയധികം പഴയ ഓർമ്മകളിൽ അല്ലെങ്കിൽ പഴയ സമയത്ത് പാസ്റ്റിൽ ഞാൻ വളരെ സന്തോഷമായിരുന്നു എന്നൊരു ചിന്ത എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ ഹാപ്പി അല്ല. അപ്പോൾ ആ ഒരു ഓർമ്മകളോട് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ നീതി പുലർത്തുന്നു, അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഓർമ്മകൾ ഓക്കെ, നിങ്ങൾ ആ സമയത്ത് വളരെ ഹാപ്പി ആയിരുന്നു, നിങ്ങളത് എൻജോയ് ചെയ്തു, ഓക്കെ. ആ ഒരു സമയവും സാഹചര്യവും എല്ലാം വിട്ടുകളയേണ്ടുന്ന ഒരു സമയമാണെന്ന് നിങ്ങളെ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വേണ്ടത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക. ഹൃദയം പറയുന്നത് മാത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേദനയിൽ തുടരേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കുറച്ച് പ്രാക്ടിക്കലായിട്ടും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. വ്യക്തമായ ബൗണ്ടറീസ് വെക്കുക. നമ്മൾ സാധാരണ റിലേഷൻഷിപ്പിലൊക്കെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നമ്മൾ പറയും, ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഇന്ന കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാതിരിക്കാനായിട്ട് അവിടെ കുറച്ച് ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയും. എന്നിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് റെസ്പെക്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഈ ഒരു വേദനകളും ഓർമ്മകളും ഒക്കെ നിങ്ങളെ ഹേർട്ട് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ കുറച്ച് ബൗണ്ടറീസ് വെക്കുക. വ്യക്തമായ അതിർവരമ്പുകൾ നിങ്ങൾക്ക് തന്നെ വെക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്നൊരു സാധനം എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇന്നൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ടും ഈ ഓർമ്മകളും വേദനകളും വിഷമങ്ങളും ഒക്കെ വരുന്നതെങ്കിൽ ആ ഒരു കാര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ ഒരു സമയം ഒഴിവാക്കുക. അങ്ങനെ ചെയ്തിട്ട് അവിടെ ഒരു ബൗണ്ടറി വെച്ചിട്ട് വേറെ ആ ഒരു സമയത്ത് മറ്റൊരു കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അത് തന്നെ ലൈഫിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫീലിങ്സ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അത് തന്നെയാണ് അതിർത്തി. പല കാര്യങ്ങൾക്ക് ഫീലിങ്സും കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനൊരു പരിധി ഉണ്ട്. ആ ഒരു അതിർത്തി കടക്കാതെ വികാരങ്ങളെല്ലാം അടക്കി വെക്കാതെയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പൊ അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ക്ഷമയാണ്. അതുപോലെ സ്വയമായിട്ട് നമ്മളെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ഒരുക്കണം എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇന്നർ ജേർണി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നർ ജേർണി, ആന്തരിക യാത്രയുടെ ഒരു കാലം എന്ന് വേണം നമുക്ക് ഈ ഒരു സമയത്തെ പറയാനായിട്ട് പറ്റും. പുറത്തെ ശബ്ദങ്ങൾ ഒഴിവാക്കി ഉള്ളിലെ സത്യം മാത്രം കേൾക്കാനായിട്ട് നിൽക്കണം. ഇനി എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എന്നെ വീണ്ടെടുക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഒറ്റപ്പെട്ട സമയം നിങ്ങൾക്ക് നിങ്ങളെ ശക്തമായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമയമായിട്ട് കണക്കാക്കുക. ഇതൊരു ദുർബലത അല്ല, അല്ലെങ്കിൽ ഒരു നിങ്ങൾ വളരെ വീക്കായി പോയൊരവസ്ഥയല്ല. ശക്തയാകുവാനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചാൻസ് ആയിട്ട് നിങ്ങൾ ഇതിനെ ഒരു മാറ്റണം എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു ദ ഹെർമിറ്റ് കാർഡ് എന്ന് പറയുന്ന കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ആ ഒരു വേദന ഉണ്ടെന്ന് അംഗീകരിക്കുക, സ്വയം കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക, എല്ലാത്തിൽ നിന്നും ഒരു വിശ്രമം ആവശ്യമായിട്ട് എടുക്കുക, ആ വിശ്രമം കൊടുക്കുക നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ
ഒരു പഴയ ഓർമ്മകളോടൊക്കെ വിട പറയാനായിട്ട് ശ്രമിക്കുക. ചെറിയ സ്ഥിരമായ മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ സ്ഥിരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആരംഭിക്കുക. നിങ്ങളുടെ ഹൃദയത്തെക്കാൾ നിങ്ങൾ ഹൃദയം പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ബുദ്ധി പറയുന്ന കാര്യങ്ങൾ കുറിച്ച് മുന്നിലേക്ക്, കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ നിങ്ങളുടെ മനസ്സിനേറ്റിയ ഈ ഒരു വേദന മാറും. പക്ഷെ ഒരു ബലം പ്രയോഗിച്ച് നമുക്ക് മറക്കുവാനല്ല നമ്മൾ പറയുന്നത്. സ്വയം സ്നേഹിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ആ ഒരു വേദന തനിയെ മാഞ്ഞു പോകും എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വേദനകളൊക്കെ മറന്നു പോയതിന് ശേഷം എനിക്ക് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ല ലൈഫ് ഉണ്ടാകുമോ, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ഒരു റീഡിങ് റെസിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വേദനകളൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വയം സ്നേഹിച്ചും റെസ്പെക്ട് ചെയ്തും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തും നിങ്ങൾ ഈ ഒരു സമയം കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേദനകൾ കൊണ്ട് തകർന്നു പോകുന്ന ഒരാളാവില്ല. വളരെ ശക്തമായിട്ട് നിങ്ങൾ തിരിച്ചു വരും. ഹൃദയം വളരെയധികം ശക്തമാകും. വേദനയെ അതിജീവിച്ച ഒരു മനുഷ്യനായി തീരും. അതുപോലെ തന്നെ എനിക്ക് എന്ത് പോയി എന്നൊരു ചിന്ത മാറി എനിക്ക് എന്ത് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി എന്നൊരു ബോധ്യത്തിലേക്ക് വരും. അതായത് നമ്മളൊരു പ്രശ്നത്തിൽ പെടുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ പെടാതിരുന്നായിരുന്നെങ്കിൽ എനിക്ക് ഇത് ഇങ്ങനെയൊക്കെ വരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് ഉപരിയായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ വന്ന് പെട്ടത് കൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയത്, അതിന് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ ഞാൻ എങ്ങനെ നിൽക്കണം, ആ ഒരു പഠനം അതിൽ നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും എന്നുള്ളതാണ്. ഇനി എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട അല്ലെങ്കിൽ എല്ലാം സഹിക്കേണ്ട ആവശ്യം എനിക്കില്ല, എല്ലായിടത്തും ചിരിച്ചു നിൽക്കേണ്ട കാര്യമില്ല. നോ എന്നുള്ളത് നോ എന്ന് തന്നെ പറയാനായിട്ട് നിങ്ങൾ ഒരു ആർജവം നേടിയെടുക്കും എന്നുള്ളതാണ്. ആരാണ് നിങ്ങളെ ഈ ഒരു ആശയക്കുഴപ്പത്തിലാക്കിയത്, എന്താണ് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു സത്യങ്ങളൊക്കെ തെളിഞ്ഞു കാണാനായിട്ട് പറ്റും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോടുള്ള ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ അവരെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിലുള്ള സത്യങ്ങളും കാര്യങ്ങളും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. മനസ്സിന്റെ വിഷമവും കാര്യങ്ങളെല്ലാം മാറും. നിങ്ങളിനി അമിതമായി ആരുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വെക്കില്ല. പക്ഷെ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും, പക്ഷെ ഒരു അറ്റാച്ച്മെന്റ് ആരുമായിട്ട് വെക്കില്ല. ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഏത് റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ നിൽക്കത്തുള്ളൂ. ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് തനിയെ മാറും എന്നുള്ളതാണ്. നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടും, മനസ്സ് ശാന്തമാകും. അതുപോലെ തന്നെ ചിന്തകളൊക്കെ കുറഞ്ഞ മനസ്സിനൊരു ബ്രേക്ക് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ മാറും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാം മാറില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കം തന്നെ ഉണ്ടാകും. ഒരു പുതിയ ജോലി, പഠനം, സാമ്പത്തിക അവസരം അല്ലെങ്കിൽ സ്വയം മെച്ചപ്പെടുത്തുന്ന ഒരു തുടക്കം, ഇത് നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തെ വീണ്ടും ഉയർത്തും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇനി പഴയ ഓർമ്മകളൊന്നും വേദനകളായിട്ട് നിങ്ങളിലേക്ക് വരില്ല. ഈ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമായി എന്നല്ല, അത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഇനി ആരെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണം, ആരെ ദൂരം പാലിച്ച് നിർത്തണം, ഈ ഒരു കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തരായി മാറും എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ ബാലൻസ് വരും. സ്നേഹവും ബുദ്ധിയും വികാരവും നിയന്ത്രണവും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പേടിയില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറും. തെറ്റായ ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കാനും തയ്യാറാവില്ല നിങ്ങൾ. അതൊക്കെ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വരികയാണെങ്കിൽ, റിലേഷൻഷിപ്പ് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകും എന്ന് മാത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് യോജിക്കാത്ത ആളുകൾ സ്വയം നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ അങ്ങനെ ഇനിയും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ അകന്നു പോവുകയോ സാഹചര്യങ്ങൾ മാറിപ്പോവുകയോ ചെയ്താൽ അതൊരു അവസാനമല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളെ നിങ്ങളുടെ ഒരു യഥാർത്ഥ ശക്തിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തുടക്കം മാത്രമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്പർ 35 ആണ്. അതുപോലെ തന്നെ 2005 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 33 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളറാണ് നമുക്കിവിടെ നിങ്ങളുടെ പേഴ്സണിനോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ ഗ്രീൻ കളർ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു.
1997 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2001 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കെയറിങ്, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടാറ്റു ആർട്ട്, നവംബർ മന്ത്, നമ്പർ 21, 2002, തൃശ്ശൂർ ജില്ല, എബ്രോഡ്, 1982 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 22 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വീണ്ടും കിട്ടുന്നുണ്ട്. നമ്പർ 39, നമ്പർ 53, ലെറ്റർ R, 1996, 1998, craze on vehicles, orange color, August month, gaming, number 52, number 23, driver എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. 6 days നമുക്ക് കിട്ടുന്നുണ്ട്. ഡിസംബർ മന്ത്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ക്രേസി എന്ന് പറയുന്ന ക്ലൂ ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.